ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് വിരാടപർവം അവസാന ഭാഗം. ശസ്ത്രങ്ങൾ തൂകിയെടുത്തിതു പിന്നാലെ വിത്രസ്തരായി മറഞ്ഞിടിനാരേവരും. ദേവദത്താഖ്യ ശംഖാരവഘോഷവും ദേവരാജാത്മജയാനാദഘോഷവും വാനരവീരഹുങ്കാരപ്രഘോഷവും ധേനുസമൂഹപലായനഘോഷവും കേട്ടു ഭയപ്പെട്ടോരോരോ വഴിവക്കവരോട്ടം തുടങ്ങീന നേരം. പരവശാൽ മോഹനാസ്ത്രം കൊണ്ടു വീണിതു ഭൂമിയിൽ. മോഹിച്ചു ബുദ്ധി മറഞ്ഞു കുരുബലം. സുത്യസ്ത്രശക്ത്യ കുരുവരന്മാരെല്ലാം സുപ്തരായി വീണു കിരീടിയുമന്നേരം. ഉഷ്ണീഷ വസ്ത്രാഭരണാദികളെല്ലാം തൃഷ്ണ തീർപ്പാൻ പുരസ്ത്രീജനങ്ങൾക്കിതം കൃഷ്ണം ഗുരുണാമുടിച്ചഴിച്ചിടുന്നു. കൃഷ്ണസഖിയായ ജിഷ്ണുജൻ ജിഷ്ണുവും ഉത്തരനോടു ചൊന്നാനതു കേട്ടവൻ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കൊണ്ടിടിനാൻ. ആർത്തു വിജയൻ ജയിച്ചു പശുക്കളെ പേർത്തും തെളിച്ചു കൊണ്ടിങ്ങു പോന്നിടിനാൻ. പാർത്ഥനീ രണ്ടു ശരങ്ങളെ കൊണ്ട് അഭിവാദ്യവും ചെയ്തു ഗുരുഭൂതന്മാർക്കെല്ലാം. ഉത്തരൻ തന്നോടു ചൊല്ലിനാൻ അർജുനൻ, സത്വരം നീ പുരം ബുക്കറിയിക്കേണം. യുദ്ധേ ജയിച്ചു പശുക്കളെ വീണ്ടുകൊണ്ടത്ര വന്നേനഹമെന്നുര ചെയ്യുക നീ. ഞാനപരാജ്ഞേ വരുവൻ പുരത്തിങ്കൽ മാനമോടെ നീ പിതാവിനെ കാണുക പോയി. മച്ചരിത്രം പ്രകാശിപ്പിക്കരുതെന്നും അർജുനൻ ഉത്തരൻ തന്നോടു ചൊല്ലിനാൻ. ആയോധനെ ജയിച്ചോരു ധനഞ്ജയൻ ആയുധം കൊണ്ടുവച്ചു ശമീകോടരെ. ഉത്തരൻ കൗരവന്മാരെ ജയിച്ചിതെന്ന് ഉത്തരദൂതന്മാർ ചെന്നു ചൊല്ലിടിനാർ. മത്സ്യനും പ്രീതന രാജ്യമലങ്കരിച്ചുത്സവം ഘോഷിക്കയെന്നു നിയോഗിച്ചാൻ. അക്ഷങ്ങൾ കൊണ്ടുവരിക സൈരന്ധ്രി നീ വെക്കേണമാശു ചൂതെന്നിതു മത്സ്യനും. കങ്കനോടേവം പറഞ്ഞൊരു നേരത്തു ശങ്കാരയുധം പറഞ്ഞിതു ധർമ്മജൻ. കൃഷ്ണനായുള്ളവനോടും കിതവനാം ദുഷ്ടനോടും കൂടി നന്നല്ല ദേവനം എന്നു കേൾപ്പുണ്ടു ഞാനെങ്കിലും ഇന്നിപ്പോൾ മന്നവ വേണമെന്നാകിലോ ഞാൻ പോരാം. ചൂതിനു ദോഷമൊഴിഞ്ഞില്ല നിർണയം മേദിനി പാലക കേട്ടതില്ലേ ഭവാൻ. സാധുവായുള്ളൊരു ധർമ്മജന്മാവിനു ചൂതിനാൽ ആപത്തു വന്നിതു മന്നവ. ഇത്തം പറഞ്ഞതു കേട്ട് വിരാടനും ബദ്ധമോദം നാം ഒരു വരയ്ക്കെന്നാൻ. മത്സ്യരാജാവും യുധിഷ്ഠിരൻ തന്നോടു മത്സരമുൾക്കൊണ്ടു ചൂതു പൊരുന്നേരം. വത്സനാമുത്തരൻ വന്നിന്നതെത്രയും ഉത്സവം പൂണ്ടു. വിരാടൻ പറഞ്ഞപ്പോൾ മന്നവൻ തന്നോട് മന്ദസ്മിതം പൂണ്ടു. ധന്യനാം ധർമ്മജൻ മെല്ലവേ ചൊല്ലിനാൻ, ഉത്തരനല്ല ജയിച്ചതു നിർണയം. ഉത്തമയായ ബൃഹന്നളയാകിലാം. അന്യസ്തുതി കേട്ടു കോപിച്ചു മത്സ്യനും ഒന്നെറിഞ്ഞാനൊരു ചൂതുകൊണ്ടന്നേരം. നെറ്റിമേൽ കൊണ്ടാശു ധർമാത്മജൻ തനിക്കിറ്റിറ്റു ചോര വരുന്നതു പാഞ്ചാലി. ഉത്തരീയത്തിലങ്ങേറ്റുകൊണ്ടിടിനാൾ മത്സ്യരാജാവിൻ മരണം ചെറുപ്പാനായി. സന്യാസി തന്നെ ചോര വീഴുന്നിടം അന്നേ മുടിഞ്ഞു പോമെന്നു ചൊല്ലിദ്രുതം ഉത്തരൻ വന്നു നമസ്കരിച്ചിടിനാൻ ഉത്തമന്മാരാം ഗുരുജനപാദങ്ങൾ. പാണ്ഡവന്മാരെന്നറിഞ്ഞിതെല്ലാവരും ഗാണ്ഡീവധന്വാവുകന്നുടെ ശൗര്യവും. ഉത്തരൻ തന്റെ ഭഗിനിയായി മേവിനോരുത്തര തന്നെ കിരീടിക്കു നൽകിനാൻ. പുത്രഭാര്യാർത്ഥം പരിഗ്രഹിച്ചാനവൻ മിഥ്യാപവാദമുണ്ടാമെന്ന ശങ്കയ എന്തെല്ലാം മുൻപേ പഠിപ്പിച്ചിതെന്നതോ ചിന്തിക്കിൽ മറ്റാരുമേ അറിഞ്ഞില്ലല്ലോ എന്നു മഹാലോകർ പിന്നെ പറഞ്ഞിടും എന്നെയെന്നോർത്തു ഭയം പൂണ്ടു ഫൽഗുനൻ. നല്ല നേരത്തവിടുന്ന് പുറപ്പെട്ടു കല്യാണമോടുവ പ്ലാവ്യ നഗരത്തിൽ
ചെന്നിരുന്ന ആത്മബന്ധുക്കളെ പാണ്ഡവർ പിന്നെ വരുത്തി വിവാഹത്തിനക്കാലം. കൃഷ്ണൻ തിരുവടി ആദിയായുള്ളൊരു വൃഷ്ണികളൊക്കവേ വന്നാരതുകാലം. ഭദ്രയായൊരു സുഭദ്രയും ആശു സൗഭദ്രനായുള്ളൊരഭിമന്യു തന്നോടും വന്നിതു പാഞ്ചാലനോടും ദൃഷ്ടദ്യുമ്നൻ എന്നിവരൊക്കവേ വന്നോരനന്തരം. ഉത്തമ സ്ത്രീ കുലോത്തംസരത്നാംഗിയാം ഉത്തര തന്നെ അഭിമന്യു കൈക്കൊണ്ടാൻ. കല്യാണവും കഴിഞ്ഞെല്ലാവരും കൂടി ഉല്ലാസമോടു വപ്രാവ്യ നഗരത്തിൽ അല്ലൽ തീർന്നജ്ഞാതവാസവും ചെയ്തു സൽസല്ലാപമോടു സുഖിച്ചിതു പാണ്ഡവർ. മിത്രസമ്പത്തിയും അർത്ഥസമ്പത്തിയും പുത്രസമ്പത്തിയും അസ്ത്രസമ്പത്തിയും വർദ്ധിച്ചനുദിവസം ധർമ്മപുത്രാദിയായുള്ള പാണ്ഡുതനയന്മാർ അർത്ഥിക്ക വേണം സമയേന ദായമാം അർദ്ധരാജ്യം ധൃതരാഷ്ട്രജനോടു നാം. എന്നാൽ നമുക്കു തരികയുമില്ലവൻ പിന്നെ പ്രവൃത്തി എന്തെന്നു ചിന്തിക്കണം. ആപത്തിനാസ്പദമായത് അവിവേകമേവർക്കുമെന്നാൽ ഇനി നാം ഇതുകാലം ആവോളമുള്ളിൽ വിചാരിക്കയും വേണം. ശ്രീവാസുദേവൻ തിരുവടി തന്നോടും ഗോവിന്ദനെന്തു തിരുമനസെന്നറിഞ്ഞേവരുമൊത്തു വിചാരിക്കയും വേണം. ദ്രോണരും ഭീഷ്മരും ശാരദ്വതൻ താനും ദ്രൗണിയും കർണനും സോമദത്താത്മജൻ താനും ജയദ്രഥൻ താനും ത്രികർത്തനും ജ്യോതിഷ്മദീപതിയാം ഭഗദത്തനും മാതുലനായ ശകുനി ഗാന്ധാരനും മറ്റും മഹാരഥന്മാരവരെല്ലാം ഉറ്റബന്ധുക്കൾ സുയോധനനാകയാൽ യുദ്ധം തുടർന്നാൽ ജയിപ്പാൻ പണിയുണ്ടു. ചിത്തത്തിലേറ്റം വിചാരിക്കയും വേണം. ദ്രോണരാമാചാര്യൻ കയ്യിൽ വില്ലുള്ളപ്പോൾ പ്രാണഭയം അവനില്ലെന്നു നിർണയം. അച്ഛനം ശന്തനു തന്റെ വരത്തിനാൽ സ്വച്ഛന്ത മൃത്യുവായുള്ളൂ പിതാമഹൻ. വിശ്വനാശം വരുന്നാളും മരണമില്ലശ്വത്ഥാമാവിനസ്ത്രജ്ഞോത്തമനവൻ. മൃത്യുഭയം കൃപാചാര്യനൊരു നാളും എത്തുകയില്ലവൻ ബ്രഹ്മജ്ഞ സത്തമൻ. മിത്രതനയനും മൃത്യുഭയമില്ല വൃത്രാജി നൽകിയ ശക്തിയുണ്ടാകയാൽ. ഇങ്ങനെയുള്ള ദിവ്യന്മാരെ നാം ഇപ്പോൾ എങ്ങനെ നിഗ്രഹിക്കുന്നു നിരൂപിച്ചാൽ. മല്ലാരിയാകിയ മാധവനെ ഗതിയുള്ളൂ നമുക്കൊരു നല്ലതെന്നോർത്തുള്ളിൽ. അല്ലലകന്നു തെളിഞ്ഞൊരു പാണ്ഡവർ കല്യാണം ഉൾക്കൊണ്ടിരുന്നാരതുകാലം. നല്ല കഥ ഇതു മേലിലും ചൊൽവനെന്നുല്ലാസമോടിരുന്നാൾ പൈങ്കിളിമകൾ. ഇതി ശ്രീ മഹാഭാരതേ പരിഭാഷാരൂപം വിരാടപർവം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം